പിന്നെ ചില ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷൻസ് വേണ്ടി വരും. ഫോർ എക്സാമ്പിൾ നിങ്ങൾ എന്തെങ്കിലും ഒരു റേഡിയേഷൻ എക്സ്പോഷർ കൂടുതലുള്ള ഒരു സിറ്റുവേഷനിൽ അല്ലെങ്കിൽ ഒരു കെമിക്കൽ എക്സ്പോഷർ കൂടുതലുള്ള ഒരു സിറ്റുവേഷനിലാണ് വർക്ക് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾ പ്രഗ്നൻസി സമയത്ത് ഇത് എത്രത്തോളം സേഫ് ആണെന്നുള്ളതിനെ പറ്റി ഒരു ഐഡിയ കിട്ടും. പിന്നെ നിങ്ങൾ എന്തെങ്കിലും ഒരു പർട്ടിക്കുലർ അസുഖത്തിന് സ്ഥിരമായിട്ട് മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുന്ന ആളാണെങ്കിൽ അത് മോഡിഫൈ ചെയ്യാനായിട്ട് ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് പറ്റും. അതേപോലെ തന്നെ നമ്മൾ പെറ്റ്സൊക്കെ വീട്ടിലുള്ള ആൾക്കാരാണെങ്കിൽ, പട്ടി പൂച്ച പോലത്തെ പെറ്റ്സ് ഉള്ള ആൾക്കാരാണെങ്കിൽ ഔട്ട് ഓഫ് പ്രഗ്നൻസി വലിയ പ്രശ്നമൊന്നും ഇല്ലാത്ത ചില കണ്ടീഷൻസ് ഉണ്ട്, പ്രഗ്നൻസിയിൽ പ്രോബ്ലം ഉള്ളത്. അതിൻ്റെ ടോക്സോപ്ലാസ്മോസിസ് എന്നൊക്കെ പറയുന്ന കണ്ടീഷൻസ് ഉണ്ട്. അത് പ്രഗ്നൻസിയിൽ കുറച്ച് പ്രോബ്ലമാറ്റിക് ആണ്. അതിൻ്റെ കാരിയേഴ്സ് ആണ് ഈ പറയുന്ന പെറ്റ്സ്, പട്ടി പൂച്ച തുടങ്ങിയ സാധനങ്ങൾ. അപ്പോൾ അതുമായിട്ടുള്ള സമ്പർക്കം കഴിവതും കുറയ്ക്കണം. അതേപോലെ നിങ്ങൾ എന്തെങ്കിലും ഒരു സബ്സ്റ്റൻസ് അബ്യൂസ്, സ്മോക്കിങ്ങോ ആൽക്കഹോളിസം അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് സ്റ്റോപ്പ് ചെയ്യാനും ഏറ്റവും ഐഡിയൽ ടൈം ഈ പ്രീ പ്രഗ്നൻസിയാണ്, പ്രഗ്നൻ്റ് ആവുന്നതിന് മുൻപേ ആണ്. നിങ്ങളുടെ പാർട്ട്ണറിന് സ്മോക്കിംഗ് ഉണ്ടെങ്കിൽ പാസീവ് സ്മോക്കിങ്ങിനും അതിൻ്റെ ദൂഷ്യവശങ്ങൾ ഉണ്ടാവാം. അതൊക്കെ സ്റ്റോപ്പ് ചെയ്യേണ്ടത് ഐഡിയലി ഈ സമയത്താണ്. ഇനി നിങ്ങൾക്ക് ഒരു ഒന്നോ അതിലധികമോ അബോർഷൻസ് വന്നിട്ടുള്ള ഒരു ആളാണെങ്കിൽ എന്തെങ്കിലും എക്സ്ട്രാ ടെസ്റ്റ് ചെയ്യേണ്ടി വരുമോ എന്നുള്ളത് ഡെഫിനറ്റ്ലി ചെയ്യണം. APLA എന്ന് പറഞ്ഞൊരു കണ്ടീഷൻ വളരെ കോമൺ ആയിട്ട് ഇങ്ങനെ റെക്കറൻറ്റ് അബോർഷൻസ് ഉണ്ടാക്കുന്നതാണ്. അതെപ്പോഴും ഐഡിയലി നമ്മൾ പ്രഗ്നൻസിക്ക് മുൻപേ ആണ് ടെസ്റ്റ് ചെയ്യേണ്ടത്. അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാരൊക്കെ ഇത് മിസ് ചെയ്യാൻ പാടില്ല പ്രീ പ്രഗ്നൻസി കൗൺസിലിംഗ്.